ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് സെമസ്റ്റർ 1 സബ്ജക്റ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തേർഡ് മൊഡ്യൂൾ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായിട്ടുള്ള സെലക്ഷൻ ഓഫ് എ സൈറ്റ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ആയിട്ടുള്ള S1 ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി ചാനലിൽ കയറിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ മൊഡ്യൂളിലും വേറെ മൊഡ്യൂളും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഓർഡർ വൈസ് ആയിട്ട് കേട്ടോ. അപ്പോൾ ടോപ്പിക്ക് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ഫോർ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യില്ല, സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഡീൽ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുന്നേ എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമുക്ക് എവിടെ സൈറ്റ് വേണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളെ കോസ്റ്റ്, കംഫർട്ട്, സേഫ്റ്റി, ഡ്യൂറബിലിറ്റി, സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി ഇതൊക്കെ ഈ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർലി ചൂസൺ സൈറ്റ് എൻഷുവേഴ്സ് കൺവീനിയൻസസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. നമ്മൾ കറക്റ്റായിട്ട് നല്ല ഒരു സൈറ്റാണ് ചൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കും, കംഫർട്ടായിരിക്കും. അതുപോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സ്ട്രക്ചർ നല്ല ഡ്യൂറബിൾ ആയിരിക്കും. അപ്പോൾ പല ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു സൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈറ്റ് സെലക്ഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 7 ഫാക്ടേഴ്സ് നമുക്ക് പറയണം. ടോപ്പോഗ്രഫി, സോയിൽ കണ്ടീഷൻസ്, അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ്, ആക്സസബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ലീഗൽ ആസ്പെക്ട്സ്, എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലേ. നമ്മൾ ഏതൊരു പ്രദേശത്താണ് സ്ഥലം എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഭൂപ്രകൃതി നോക്കണം, അതുപോലെ അവിടെ ഉണ്ടാവുന്ന സോയിൽ എങ്ങനെയാണുള്ളതാണെന്ന് നോക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണോ അവിടെയും നോക്കണം. നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നടന്നു പോകുന്ന സ്ഥലമാണോ എന്ന് നോക്കണം. അതുപോലെ എൻവയോൺമെൻറ്റിനൊന്നും വേറെ പ്രശ്നങ്ങൾ ഇല്ലല്ലോ എന്ന് നോക്കണം. പിന്നെ ലീഗലായിട്ട് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിപ്പിക്കും. പിന്നെ ഇക്കണോമിക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം അല്ലേ. നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ചായിരിക്കണം. നമുക്കൊരു ഏരിയ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈറ്റ് വാങ്ങാനുള്ള ഒരു ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ടോപ്പോഗ്രഫി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളെപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടിയാൽ ഏറ്റവും നല്ലത്. നല്ല ലെവൽ ചെയ്തിട്ടുള്ള നല്ലൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കൺസ്ട്രക്ഷന് ഭയങ്കര ഈസി ആയിരിക്കും. അതർവൈസ് ഒരു ജെൻറ്റിൽ സ്ലോപ്പൊക്കെ ഓക്കെ ആണ് കേട്ടോ. പിന്നെ ഈ വെള്ളം കയറുന്ന ഏരിയാസ്, അതുപോലെ ലോ ലൈങ് ഏരിയാസൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അത് കൺസ്ട്രക്ഷന് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് നല്ല രീതിക്ക് വെള്ളം കെട്ടിക്കെടുക്കുന്നതൊക്കെ പോവുക, ഡ്രെയിനേജ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മഴവെള്ളം കെട്ടിക്കെടുക്കാത്ത സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യേണ്ട ഒന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ടോപ്പോഗ്രഫിയിൽ നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടോപ്പോഗ്രഫി എന്തൊക്കെ വേണമെന്ന് നമ്മൾ നോക്കാം. നമ്മൾ കൂടുതലായിട്ടും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അവോയ്ഡ് ചെയ്യുന്ന, വെള്ളമുള്ള സ്ഥലം അവോയ്ഡ് ചെയ്യണമെന്ന് നല്ലത്. അപ്പോൾ സോയിൽ കണ്ടീഷൻ, സോയിലിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാരിങ് കപ്പാസിറ്റി. നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അത് നല്ല ഗുഡായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ബാരിങ് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പണിത് ഉയർത്തുന്ന സ്ട്രക്ചറിനെ അതെന്ത് ചെയ്യും, നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ക്ലേ അല്ലെങ്കിൽ മാർഷി സോയിൽ പോലത്തുള്ള സോയിലൊക്കെ മാക്സിമം അങ്ങനത്തെ ഏരിയാസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കൺസ്ട്രക്ഷൻ അത്ര എന്തായിരിക്കില്ല, ക്വാളിറ്റി ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കില്ല. പിന്നെ നമ്മൾ എപ്പോഴും സൈറ്റ് ഫൈനലൈസ് ചെയ്യണേക്കാട്ടി മുന്നേ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കണ്ടക്ട് സോയിൽ ടെസ്റ്റസ് ബിഫോർ ഫൈനലൈസിങ് ദ സൈറ്റ്. സൈറ്റ് ഫൈനലൈസ് ചെയ്യണേക്കാട്ടി മുന്നേ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ സോയിൽ ഷുഡ് ഹാവ് ഗുഡ് ബാരിങ് കപ്പാസിറ്റി ആയിരിക്കണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട്, അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം, സാനിറ്റേഷൻ സിസ്റ്റം, ഇൻ്റർനെറ്റ്, കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഈസിലി ആക്സസബിൾ ആയിരിക്കണം ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ്, സാനിറ്റേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻ. അതാണ് നമ്മൾ അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസിൽ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം.
നെക്സ്റ്റ് ആക്സസിബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മളെ സൈറ്റിലേക്ക് നല്ലൊരു റോഡ് ഉണ്ടാവുക, നമ്മൾ റോഡായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമായിരിക്കണം നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്കൂൾ, മാർക്കറ്റ്, ഹോസ്പിറ്റൽ, വർക്ക് പ്ലേസസ്, അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് അടുത്തായിരുന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് പണിയുന്നിടത്ത് നമുക്ക് കുട്ടികൾക്ക് പോകാനൊരു സ്കൂളുണ്ട്, അതുപോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം അതൊക്കെ ഉള്ള ഒരു ഏരിയ നോക്കി ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് ഈസിലി നമുക്ക് അത്യാവശ്യം പോകേണ്ട കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഹൈവേയുടെ അടുത്തുനിന്നും റെയിൽവേയുടെ അടുത്തുനിന്നും ഉള്ള ഏരിയാസ് മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻസ് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം പൊല്യൂഷൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നല്ലൊരു വെന്റിലേഷനും സൺലൈറ്റും ഗ്രീനറിയും കിട്ടുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ വിൻഡ് ഡയറക്ഷനും ക്ലൈമറ്റ് ഫോർ കംഫർട്ടബിൾ ലിവിങ്, നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് കിട്ടുന്ന ഏരിയാസിൽ നമ്മൾ സൈറ്റ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ആ ഏരിയയിൽ നമ്മുടെ സ്ട്രക്ചർ പണിത് ഉയർത്തി നമുക്ക് അവിടെ ജീവിക്കുകയും ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അവോയ്ഡ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് കേട്ടോ. എൻഷുർ ഗുഡ് വെന്റിലേഷൻ, സൺലൈറ്റ് ആൻഡ് ഗ്രീനറി. കൺസിഡർ വിൻഡ് ഡയറക്ഷൻ ആൻഡ് ക്ലൈമറ്റ് ഫോർ കംഫർട്ടബിൾ ലിവിങ്. അപ്പോൾ ഇത്രയും പോയിന്റ് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് പറയേണ്ട ഒന്നാണ് ലീഗൽ ആസ്പെക്ട്സ്. നമ്മളൊരു സ്ഥലം വാങ്ങുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഓണർ ആരാണ്, അപ്പോൾ അയാളുടെ പേരിൽ തന്നെയാണോ, അതൊക്കെ കറക്റ്റായിട്ടാണോ, അത് നമ്മളിലേക്ക് ആക്കുന്ന എന്താ പറയുക കാര്യങ്ങളൊക്കെ സ്റ്റെപ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെക്ക് ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് എൻഷുർ ക്ലിയർ ടൈറ്റിൽ. വെരിഫൈ കോംപ്ലിയൻസസ് വിത്ത് ലോക്കൽ ബിൽഡിംഗ് ബൈ laws and zoning regulations. Avoid disputed or restricted land. അപ്പോൾ ചില ലാൻഡ്സ് ഒന്നും നമുക്ക് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ് ബൈ ലോ ഉണ്ടായിരിക്കും, അപ്പോൾ എന്തായിരിക്കും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തെറ്റിപ്പോയി എടുക്കാതിരിക്കുക, സൈറ്റ് എടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ലീഗൽ ആസ്പെക്ട്സിൽ ഇത്രയും പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ സൈറ്റ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും, ബിക്കോസ് കുറച്ചും കൂടി നല്ല ഏരിയയിലേക്ക് പോയാൽ നമുക്കറിയാം നമ്മുടെ സൈറ്റിനെന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഷുഡ് മാച്ച് ദ ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിന് മാച്ച് ചെയ്യിക്കുന്ന കോസ്റ്റ് വരുന്ന ലാൻഡ് ചൂസ് ചെയ്യാൻ നോക്കുക. കൺസിഡർ ഫ്യൂച്ചർ അപ്രീസിയേഷൻ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും വാല്യൂ ഉള്ളത് മാക്സിമം ചൂസ് ചെയ്യുക, എന്നാലാണ് നമുക്കൊരു ബെനിഫിറ്റ് ഉള്ളൂ. ഇവാലുവേറ്റ് മെയിൻ്റനൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. അപ്പോൾ മെയിൻ്റനൻസും ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളൊരു നോർമൽ ഒരു സൈറ്റ് തിരഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രക്ചർ പണിയാൻ പറ്റില്ല, ചിലപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സൈറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എന്തായിരിക്കണം, സൈറ്റ് എപ്പോഴും കുറച്ചും കൂടി ഡ്രൈ ആയിരിക്കണം, അതുപോലെ വെൽ ഡ്രെയിൻഡും സ്ലൈറ്റ്ലി എലിവേറ്റ് ആയിട്ടുള്ള സൈറ്റ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള സൈറ്റിൽ സ്ട്രക്ചറിന് അത്ര ഡ്യൂറബിൾ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, സോയിൽ എന്തായിരിക്കും, അഗെയിൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ ജനറലായിട്ട് കുറച്ച് പോയിന്റ്സ് ആണ് അപ്പോൾ നമ്മൾ പറയുന്നത്. സൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്താണ്, സൈറ്റ് ഷുഡ് ബി ഡ്രൈ, വെൽ ഡ്രെയിൻഡ് ആൻഡ് സ്ലൈറ്റ്ലി എലിവേറ്റഡ്. സോയിൽ മസ്റ്റ് ഹാവ് ഗുഡ് ബെയറിംഗ് കപ്പാസിറ്റി ടു സപ്പോർട്ട് ദ ബിൽഡിംഗ് ലോഡ്. പിന്നെ തേർഡ് പോയിന്റ്, ദ ഏരിയ ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്ലഡിങ് ആൻഡ് വാട്ടർ ലോഗിങ്. നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ് ജനറൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നേരത്തെ എഴുതിയ പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. നമ്മൾ വെള്ളം കെട്ടിയെടുക്കുന്ന ഫ്ലഡി ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉള്ളത് സൈറ്റ് മാക്സിമം ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളത് കൺസ്ട്രക്ഷനെ ബാധിക്കും. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഷുഡ് നോട്ട് ബി ടു ഹൈ. ഗ്രൗണ്ട് വാട്ടർ ലെവൽ അധികം കൂടുതലുള്ള ഏരിയാസ് സൈറ്റ് ചൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ സൈറ്റ് ഷുഡ് ഹാവ് ഗുഡ് റോഡ് ആക്സസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. നമുക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്ന റോഡ് ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ബേസിക് അമെനിറ്റീസ് ലൈക്ക് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി ആൻഡ് ഡ്രെയിനേജ് ഷുഡ് ബി അവൈലബിൾ. നമുക്ക് വാട്ടർ സപ്ലൈയും ഇലക്ട്രിസിറ്റിയും ഡ്രെയിനേജും ഇൻ്റർനെറ്റും വാട്ടെവർ അതെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് നമ്മൾ
ചൂസ് ചെയ്യാൻ നോക്കുക. നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് ഇത്. നമ്മൾ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. ഇത് നമ്മൾ ജസ്റ്റ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പോയിന്റ് വൈസ്, അപ്പോൾ എക്സാമിൻ്റെ മാർക്ക് അനുസരിച്ച് ആ ടൈപ്പോ ഈ ടൈപ്പോ വേണമെന്ന് ചൂസ് ചെയ്യുക. ഓക്കെ, ദ ലൊക്കേഷൻ ഷുഡ് ബി നിയർ സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് മാർക്കറ്റ്. സ്കൂൾസും ഹോസ്പിറ്റൽസും മാർക്കറ്റും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ചൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ കേട്ടോ. പിന്നെ സറൗണ്ടിങ്സ് ഷുഡ് ബി ക്ലീൻ, ക്വൈറ്റ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ. അതായത് മെയിനായിട്ട് ഈ ഹൈവേ പോലത്തെ ഏരിയാസ് അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം പൊല്യൂഷൻ കൊണ്ട് കുറേ ഹാംഫുൾ ഇഫക്ട്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് അല്ലേ. പിന്നെ ദ ഓറിയൻറ്റേഷൻ ഷുഡ് അലോ പ്രോപ്പർ സൺലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. നല്ല രീതിക്ക് നമുക്ക് സൺലൈറ്റും വെന്റിലേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്നത് ദ സൈറ്റ് ഷുഡ് കംപ്ലൈ വിത്ത് ലോക്കൽ ബിൽഡിംഗ് ബൈ ലോസ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഓണർ ആരാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ദ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യൽ ഷുഡ് ബി കൺസിഡേർഡ്. നമ്മൾ പൈസ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ സൈറ്റ് തിരഞ്ഞെടുക്കേണ്ടത്. അവോയ്ഡ് സൈറ്റ് ക്ലോസ് ടു ഇൻഡസ്ട്രീസ്, റെയിൽവേസ് ആൻഡ് ബിസി ഹൈവേസ് ഡ്യൂ ടു നോയ്സ് ആൻഡ് ഡസ്റ്റ്. അതായത് നമ്മൾ ഈ പൊല്യൂഷനൊക്കെ കൂടുതലായിരിക്കും റെയിൽവേസിൻ്റെയും ഹൈവേസിൻ്റെ ഒക്കെ അടുത്ത്, ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ അടുത്തുള്ള സൈറ്റ്. അപ്പോൾ അങ്ങനത്തെ സൈറ്റ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, പുതിയ സിലബസ് ആണല്ലോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ പഠിക്കാം.